Hello guys. These are my friends Muskan and Taylor. So we are here. I don't know why I'm speaking English, but welcome back to another YouTube video after I don't know, probably 1 year probably. So we are here in King's Landing, and today is Thanksgiving Day. So King's Landing is technically some village. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ 1800-കളിൽ ഉണ്ടാക്കിയൊരു വില്ലേജാണ്. ഇപ്പോഴും ഇവിടെ ഇതിൻ്റെ അകത്ത് കുറച്ചധികം ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോഴും എല്ലാവരും എന്താ പറയുക 1800-കളിൽ ജീവിക്കണ പോലെ അങ്ങനത്തെ ഡ്രസ്സും അങ്ങനത്തെ ഫുഡും അങ്ങനത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലാണ് ഇപ്പോഴും ഉള്ളത്. സോ ബേസിക്കലി ഞങ്ങൾക്കൊരു മാപ്പ് വന്നിട്ടുണ്ട്, ഞങ്ങളോട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇന്ന് രാത്രി ഇവിടെ താങ്ക്സ് ഗിവിങ് ആയതുകൊണ്ട് ഇവിടെ അവർ ഡിന്നർ എന്താ പറയുക പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വി ഓൾ ആർ ഹിയർ ടു കൈൻഡ് ഓഫ് എൻജോയ് ദ ഡിന്നർ. പ്രോപ്പർ 1800s താങ്ക്സ് ഗിവിങ് ഡിന്നർ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതൊരു പള്ളിയാണ്, ക്രിസ്ത്യൻ ചർച്ചാണ്. പക്ഷെ ഒക്കെ ഒരു പഴയ മോഡൽ ടൈപ്പ് ബിൽഡിങ്സ് ആണ് ഉള്ളത്. അവിടെ അനിമൽ ഫാം ഉണ്ട്, അതൊക്കെ ഇനി കണ്ടു തീരണം. ഓൾമോസ്റ്റ് മോർ ദൻ 1 hour എടുക്കുമെന്ന് അവർ പറയുന്നത് അതൊക്കെ കണ്ടു തീരാൻ. ഇതാണ് ചർച്ച്. This is another. Thank you. Oh, Muskan, उसका वो और तुम्हारा वो कर रहा है मैच. Oh, everybody follows me. ഇത് മറ്റേ വേറൊരു വീട്ടിലേക്ക് വന്നതാണ്. ഇത് പണ്ടത്തെ ഏതൊരു വീടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ആടൊക്കെ കെട്ടിയിടാൻ വേണ്ടി ദാറ്റ് ഇസ് സ്റ്റിൽ ബെറ്റർ ദാൻ വട്ട് വി ഹാവ്. എൻ്റെ വീട്ടിലുള്ള ആടിൻ്റെ ഷെഡ് ഇത്രയും ഭംഗിയില്ല. 1980 ഇട്ടതാണ്. ഫോൾ കളേഴ്സൊക്കെ വന്നു തുടങ്ങി. ഇതെന്താണെന്ന് അറിയില്ല. അവിടെ വിറക് ഷെഡും ഉണ്ട്. I feel like home. No, actually. Makes me feel good here. Yeah. Oh, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. It's actually open. വലത് കാലം വെച്ച്. അയ്യോ, hi, how are you? I'm fine. Is it okay if I take video? It's okay. Okay, perfect. Thank you. Oh. Wow. Are you making something? Well, not really. I'm just doing some seasoning. I'm seasoning the cast iron pan right now, the pot. Yeah. Okay. Yeah. But I'll let you take a video of the place if you like. Do you tell us what are these? Yes, I will tell you about the place. Yeah. You can see some samples of linen. That's not linen that we've, like I said, we're not weavers here, but we would send it off to a family who weaves, like the Hustis family or the Jocelins. They have those nice large looms upstairs, right? So they would weave. So you all have your own profession, You'll see. Is this one of your first homes that you visited? Yeah. Very first. പഴയ വീട്. അപ്പോൾ അവർ അയർലാൻഡിൽ നിന്ന് മൂവ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയണത്. സംഭവം ഇപ്പോഴത്തെ പെണ്ണ് ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും അവർ ആക്ട് ചെയ്യുന്നത് ദേ ആർ ഫ്രം അപ്പോൾ വന്ന ഒരു കുടുംബമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർ വീടും സെറ്റിൽമെൻറ്റൊക്കെ എങ്ങനെയാണ് ബ്രിട്ടീഷ് റൂൾ ചെയ്തതുകൊണ്ട് അവർക്ക് കാത്തലിക്സ് ആയിട്ട് അവരുടെ റിലീജിയൻ മൊത്തത്തിൽ നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ എന്താ പറയുക ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് അപ്പോൾ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ റിലീജിയൻ. പക്ഷേ വന്നതിൽ അവർക്ക് ലാൻഡ് കൊടുത്തെങ്കിലും ആ ലാൻഡിനായിട്ട് ഇഷ്ടംപോലെ റൂൾസും റെഗുലേഷൻസും അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ പറയണത്. അവർ പറയണ ഇനിയും കുറേ വീടുകൾ, ഞങ്ങൾ ഫസ്റ്റ് വീടായിരുന്നത്, അപ്പോൾ ഇനിയും കുറേ വീടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. കാരണം ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇങ്ങനെയൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ ഇതിൽ താങ്ക്സ് ഗിവിങ് ആണെങ്കിലും പണ്ട് അവർ ഇപ്പം ഞങ്ങളോട് പറഞ്ഞത് അത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണെന്നാണ്. സോ ദിസ് ഇസ് ടെക്നിക്കലി ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോവാം. ഇവർ നടന്നുകൊണ്ടിരിക്കുക. ഈ മൊത്തം സ്ഥലത്തിൽ വ്യൂവും അടിപൊളിയാണ്. ലിറ്ററലി സോ പ്രിറ്റി. എല്ലാ സ്ഥലത്തും ഫോൾ കളേഴ്സ് വന്നു തുടങ്ങി. സോ ഇറ്റ്സ് പ്രോബ്ലി ദ പെർഫെക്റ്റ് ടൈം ടു വിസിറ്റ് ദിസ് പ്ലേസ്. ഇതാണ് പണ്ടത്തെ സ്കൂൾ ഗൈസ്. ആപ്പിൾ പറിക്കാൻ നോക്കിയിരിക്കുക 2 ഇവിടുത്തെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് പണ്ടത്തെ ആൾക്കാർ ഓടാണെന്ന പോലെ ഹോഴ്സസ് ഗൈസ്. മുസ്കാൻ ഈസ് ഫ്രം നേപ്പാൾ. മുസ്കാൻ ഈസ് ഓൾസോ ഹാവിങ് നൊസ്റ്റാൾജിക് സ്മെൽസ്. നമ്മുടെ നാട്ടിൽ ചെയ്യണ പോലെ ഇങ്ങനെ ഇതൊക്കെ തൂക്കിയിരിക്കുക. ഇതൊരു വീടാന്ന് തോന്നുന്നു. ഇവരവിടെ വില്ലേജ് പിന്നെ
വീണ്ടും ആപ്പിൾ ട്രീ. ഒരു സോൾജറൊക്കെ കയറി പോകുന്നത് കാണാം. ഞങ്ങളും കയറി പോവാ കൂടെ. ഇങ്ങനെ കുറേ റെസിപ്പീസൊക്കെ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് റിക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മമ്മ പാവം ക്യാമറയും കൊണ്ട് വിൻഡേജ് ക്യാമറ. The aroma of the chives, yes, spice to them. So they end up with a slightly more peppery scent. ഇവർ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഓരോ കാര്യത്തിന് എന്തൊക്കെയാണെന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. And of course, here's the dining room. This is where the ഇത് അവരുടെ ഡൈനിങ് റൂമാണ്. on Sunday evenings and such. Does your family like all Yes. these people? Wait, do you live in this house? Well, yes. George Morehouse. This is the Morehouse home. This is my family home. Are you a soldier? I am, yes. Hole that connects the pan into the bore of the musket here, and that little tiny hole allows the sparks from the pan to go in and ignite the black powder inside. And after I'd poured the black powder into the pan here, I would close back up the fission and bring my musket down in front of it. Clips Because to there's hold off cavalry something or new and infantry. exciting. Basically turns the musket okay. into a bit of a spear. ഇത് നോക്ക് ഗൈസ്, ഈ റൂം ലൈക്ക് ലുക്ക് അറ്റ് ദിസ് ലുക്ക് അറ്റ് ദിസ് റൂം. Here. This is the old lady's room. I would love to sleep here. I love this, whatever this is called, canopy. ഞങ്ങൾ അടുത്ത് ആപ്പിൾ പറിക്കാൻ പോവാം. എൻ്റെ ഉമ്മ ഇത് കാണുവാണെങ്കിൽ ഹാപ്പിയാവും. apple first because this gets heavy. And then you come up, pull the string, keep the string nice and tight. Oh wow. I don't know which one though. That looks like a nice one right there if you can reach it. I'm too short. Too short. Okay, let's find you a lower down apple. So keep this down until you choose your apple because Okay. it's heavy. Oh, there's a nice one. Oh. Can you get that little fellow right there? Yes. There. Pull the string. Oh. Yep. Hello. There you go. Sheila, you made it look so easy. Oh, I'm sorry, I didn't mean to. Pull the string, there we go. Keep the string tight, keep the string tight. Pull, there we go. And then open. Let go of the string. Your apple. Yay! This seems like Taylor's field. വീടിൻ്റെ ഗാർഡനാ. എന്തൊരു ഭംഗിയുള്ള ഗാർഡനാ ഗൈസ്. നോക്ക്, എല്ലാ പൂവും ഉണ്ട് ഇവിടെ. ആരുടെയൊക്കെ വീടിൻ്റെ ഗാർഡനിൽ കൂടെ ഞാൻ നടന്നു വന്നാൽ അവർക്കുള്ള വ്യൂവാ, പ്ലേ ഗ്രൗണ്ട് വ്യൂവാ. ഫുള്ള് കായൽ ഫ്രണ്ടിൽ. വേറെ എന്ത് വേണം? എന്നിട്ടിങ്ങനെ കയറിപ്പോയാൽ അകത്ത്, ഐ ആം സോ സോറി, അകത്തിങ്ങനെ കയറിപ്പോയാൽ എൻ്റെ കൂടെ വന്ന 2 പട്ടികൾ. അത് മനസ്സിലാവില്ല. ഇത് വേറെ ഏതൊരു വീട്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് ആപ്പിള് പറിച്ച് തന്നെ. ഇത് കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സാധനമുണ്ട്, കുറുമട്ടക്കാന്ന്, അതുപോലെ ഉണ്ട്. പക്ഷെ അതല്ലാന്ന് തോന്നുന്നത്. ഡൈനിങ് റൂംസൊക്കെ ഭയങ്കര ഇലാബറേറ്റഡാണ്, ഭയങ്കര എസ്തെറ്റിക്. ഏതൊരു കുട്ടി കണ്ടോ, ഇവർക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന പ്ലേറ്റുകളാണിത്. നമ്മുടെ വീട്ടിലാണെങ്കിലോ അങ്ങനത്തെ പ്ലേറ്റ് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ മാത്രമേ പുറത്തു പോലും കാണൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോയെന്ന് തന്നെ അപ്പോഴേ കാണും. അവരുടെ കിച്ചണൊക്കെ എന്തോ ഓർഗനൈസ്ഡാ. ആപ്പിൾസ്. Exactly. ഓ, How do you even fit in? You sit right there and you put your feet there. Oh. Or you could stand. Oh. Yeah. And typically a family would use a great big aluminum tub. And everybody would use the same water. And the youngest person would go last. But this way, That's not even big. you have your own water. And it doesn't take. ഇവിടെ സ്റ്റോറേജ് റൂമാണ് ഗൈസ്. എന്ത് ഭംഗിയായിട്ടാ നോക്ക്. ഒക്കെ ഒരു ദിസ് ഈസ് പ്രോബ്ലി ദ റണ്ണിങ് വാട്ടർ ദേ വർ ടോക്കിംഗ് അബൌട്ട്. ഇവിടെ എല്ലാ 2 വീട്ടിലും 3 വീട്ടിലും മാത്രമേ ഇങ്ങനെ റണ്ണിങ് വാട്ടർ ഉള്ളൂ. സോ വിൻ്ററിൽ അപ്പാരൻ്റ്ലി അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. വെള്ളം കുടിക്കാനും ഫ്രഷ് എന്ന് വരുന്ന ലേക്കെന്ന് വരുന്ന എല്ലാവരും ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. എന്തിനാണോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചു നോക്കണം അവളുടെ അടുത്ത്.
എന്നിട്ടിങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അഗൈൻ അവരുടെ റൂമിൽ നിന്ന് പുറത്തൊരു സ്റ്റോറേജ് റൂമും കൂടെ ഉണ്ട് അവരുടെ വീട്ടിൽ നിന്ന്. ഇങ്ങനെ ഒരു ആറ്റിക് പോലെ ഉണ്ട്. പിന്നെ വേറെ വീട്ടിലേക്ക് പോണ ഇതാ. ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ആപ്പിൾ പറിച്ചത്, ആപ്പിൾ ഓർച്ചർഡ് ഉള്ളത്. സോ ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ ഹൗസസ്, ഓരോ വീടും ഓരോ ഇയറാണ്, ഓരോ ഇയർ ഓഫ് എന്താ പറയുക ലിവിങ് ആണ്. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയ വീടാണെങ്കിൽ 1730 പിന്നെ രണ്ടാമത് പോയ വീട് 1720. ഇതിപ്പോൾ 1738-40 അങ്ങനെ എന്താണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓരോ ഇതിലും ഓരോ വീട്ടിലും ഓരോ ടൈം ഓഫ് ട്രാവൽ എന്നാണ് അവർ പറയണത്. ഇതൊരു സ്റ്റവ് പോലത്തെ സാധനം. ഇവിടെ അവർ ഫുഡൊക്കെ ഉണ്ടാക്കണമെന്നാണ് പറയണത്. ഇതൊരു മരം വെട്ടുകാരൻ്റെ കടയാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാ. ഇവിടെ കുറേ വീടുണ്ട്, കുറേ വീട് കണ്ട് തീർക്കണം. 4 മണിക്ക് മുമ്പ് ഇറങ്ങണം. കുറേ പരിപാടി ഉണ്ട്. He doesn't understand how flammable dresses are. Yeah, that's true. You should try one and see what happens. Yeah, definitely wear a dress and work. വീണ്ടും കുറേ സ്റ്റോറേജ് സ്പേസസ്. ഇതൊക്കെ ക്ലോത്ത് ഉണ്ടാക്കണ ആ മെഷീനാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു വീട്ടിൽ എന്താ പറയുക അവരിങ്ങനെ ക്ലോത്ത്സ് ഉണ്ടാക്കാനുള്ള നൈലോൺസും ആ ത്രെഡ്സ് ഇല്ലേ അതുണ്ടാക്കും. വന്നിട്ട് അവർ ക്ലോത്ത്സ് ഉണ്ടാക്കും എന്നുള്ള രീതിക്കാണ് ഫസ്റ്റ് വീട്ടിൽ പോയപ്പോൾ പറഞ്ഞത്. സോ അപ്പാരൻ്റ്ലി ഇവിടുത്തെ കുറേ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ഇത് വൂളൻസ് വെച്ചിട്ട് വീവ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പക്ഷേ ഈ വീട്ടിലിപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾ ചോദിക്കാനും വരാണ്ട് ആ വീട്ടിലേക്ക് കയറി വന്നു. ഇവിടെ ആ സവാളൊക്കെ അങ്ങനെ തൂക്കി കെട്ടിയിരിക്കുക. ഈ വീട്ടിലാണ് നമ്മൾ അതിന് മുമ്പ് പറഞ്ഞത് ബേസ്മെൻറ്റിൽ കിച്ചൺ ഉണ്ടെന്ന് പറഞ്ഞത്. സോ ദിസ് ഈസ് ദ ബേസ്മെൻറ്റ് കിച്ചൺ. അഗൈൻ ലോട്ട് ഓഫ് വിനെഗർസ്. ഒരു വിനെഗർ ഉണ്ടാക്കുന്നതായിരുന്നു തോന്നുന്നു പണ്ട് തൊട്ടേ. എന്നിട്ട് ഇതാണ് കിച്ചൺ. എൻ്റെ വാപ്പാൻ്റെ നാടിൻ്റെ അവിടെ ഞങ്ങൾക്ക് പഴയൊരു വീടുണ്ടായിരുന്നു. ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് എനിക്ക്. Stock of these folks. This is broom corn. Oh. I know it doesn't look like corn, but you make brooms with it. Oh. So you take a number of them, you weave them together, and you just simply take a brush, or a comb rather, and you just get rid of all the seeds. And then you get your broom. That's it. Now, as I was mentioning, it is a type of corn. It's a sorghum, so you can get corn syrup out of that. And the stalk is edible. It's not great, but you can eat it. If you have a lean year, then you could save that. We are finally here for the drum rolls Thanksgiving dinner, which we're so hungry for. But yeah. ഇവിടെ വെയിട്രസ് രണ്ടുപേരും നിൽക്കുന്നുണ്ട്. എന്താ ഫ്രണ്ട് എൻഡിൽ നമ്മൾ വെൽക്കം ചെയ്യാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം. ഞങ്ങളകത്ത് കയറ്റുമോ ഇല്ലയോ എന്ന് നോക്കാൻ. ഞങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിങ്ങനെ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചേക്കുക. ഇവിടെ എല്ലാവരും ഇവരൊക്കെ താങ്ക്സ്ഗിവിംഗ് ഡിന്നറിന് വേണ്ടി ബുക്ക് ചെയ്ത ആൾക്കാരാണ്. സോ ഫസ്റ്റ് മീലാണ് ഗൈസ്, വിച്ച് ഈസ് our bread and we have some drinks. സൂപ്പ് വന്നതും പോയതും അറിഞ്ഞില്ല ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ബ്രെഡും കഴിഞ്ഞു. ഹൗസ് ദ ഫുഡ് സോ ഫാർ ഗൈസ്? ഞങ്ങളുടെ മെയിൻ കോഴ്സ് വന്നു ഗൈസ്. സോ ഞങ്ങളിപ്പോൾ എന്താ പറയുക ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി കഴിച്ച് വയ്യാണ്ടായി. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഒരു ഹാഫ് മാത്രമേ ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു ഹാഫ് ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. വി ജസ്റ്റ് ടു ടയർഡ്. ഇറ്റ്സ് ടു ലോങ്. വി കാൺ ഡു ഇറ്റ് ഇൻ like single. We spent $80 each today. Do you guys think it was worth it? Honestly, no. I think 50 would have done this. Don't think if you include like the cost of like if we were to just go in, it would cost $24. Yeah, so 24 So when you take that off, minus it's like 84. $60. $60 for the food. I paid extra for the drinks, which kind of sucks. Yeah. But the drinks were good. If it It's such a came waste with to the pay drink, extra. it would have been worth it. Yes, that would have pushed it. Okay. So yeah, I also don't think it was worth to like spend $80 on the food alone. But whatsoever, we had fun, and that's it for this vlog. Thank you for
staying tuned till now with me and with us. Come, say bye. Bye.